ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ചരിത്രം എന്ന മഹാപ്രതലത്തിൽ മുഴങ്ങിക്കേട്ട പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ വാക്കുകൾ അന്നത്തെ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി വളരെ സജീവമായി നമ്മുടെ മനസ്സിലേക്ക് ഇരമ്പി എത്തുകയുണ്ടായി. ഇത് വളരെ സവിശേഷമായ ഒരു അനുഭവമാണ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ്റെ 148ാമത് ജന്മദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പല ദിക്കുകളിൽ നിന്നും കോണുകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, അത്രയും ജനസമൂഹം ഒരേ മനസ്സോടെ, ഏകാഗ്രതയോടെ, ഏതാണ്ട് ഒരു ധ്യാനത്തിൽ എന്ന പോലെ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ ഇവിടെ ചെലവിടുമ്പോൾ ഈ കാലഘട്ടത്തിൽ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ ദർശനങ്ങൾ, വാക്കുകൾ നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് വളരെ ഭംഗിയായി ചെയ്യാമെന്നുള്ളൊരു പ്രതിജ്ഞ കൂടിയാണ് ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടായി, മനുഷ്യനെ വെറും ജാതി ശരീരങ്ങൾ മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ജാതി വ്യവസ്ഥയ്ക്കും അടിമത്തത്തിനും എതിരെയുള്ള ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും ധൈര്യപൂർവ്വമുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം നൽകുകയും അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിന്, ആ സമൂഹത്തെ ആ കാലഘട്ടത്തിൽ മനുഷ്യരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും സധൈര്യം ഇടപെട്ട വ്യക്തിത്വമാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റേത്. ഓരോ മനുഷ്യനിലും നിരാശയിലായിരുന്ന, വെളിച്ചമില്ലാതെയായിരുന്ന ഓരോ വ്യക്തിയിലും പുതിയ ഉണർവേകുന്ന പുത്തൻ ആത്മീയതയാണ് വാസ്തവത്തിൽ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ നൽകിയിട്ടുള്ളത്. ഞാൻ സമാദരണീയനായിട്ടുള്ള സഭാ അധ്യക്ഷൻ്റെ അതോടൊപ്പം സഭയുടെ എല്ലാ ഭാരവാഹികളെയും അനുമോദിക്കുന്നു. എത്ര അച്ചടക്കത്തോടെ, എത്ര കൃത്യതയോടെ ഓരോ വർഷവും ചെല്ലുന്തോറും ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുഞ്ഞുകുട്ടി അബാലവൃദ്ധ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കൂടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനവും സന്തോഷമുള്ളൊരു കാര്യമാണ്. സഭയോടുള്ള എല്ലാവിധമായിട്ടുള്ള ആദരവും ആശംസകളും ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ഈ വേദിയിൽ വെച്ച് അർപ്പിക്കട്ടെ. ഇവിടേക്ക് ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ വാസ്തവത്തിൽ ഒരു പ്രതിജ്ഞ കൂടിയാണ് എടുക്കുന്നത്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ ദർശനങ്ങൾ അത് ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും സ്വാംശീകരിക്കുന്നതിനുള്ള ഒരു പ്രയത്നം എനിക്കുണ്ടാകണം എന്നുള്ളതും, ആ സ്വാംശീകരിക്കുന്നതിലൂടെ എൻ്റെ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഇടപെടലുകൾ നടത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളതുമുള്ള ആയിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് എടുക്കുന്നത്. അത് ഗുരുദേവൻ്റെ ചിന്തകൾ നമ്മെ നിർമ്മലീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഭ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും, സഭയുടെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഓരോരുത്തരോടും ഹൃദയപൂർവ്വം വളരെ ഭംഗിയായി പ്രൗഢഗംഭീരമായി ജന്മദിന മഹോത്സവം നടത്തുന്നതിൽ ഉള്ള എല്ലാവിധമായിട്ടുള്ള അഭിമാനത്തോടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.